വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ വിഷ്ണുവും രോഹിത്തും കൂടി തിരികെ അവരുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട്, വിഷ്ണു പറയുന്നുണ്ട്, ഇത് നീ വാങ്ങിച്ച പൈസയാണെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രോഹിത്ത് വിഷ്ണു ബ്രോ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം നീ ഒരു വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ, നീ എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ് എന്നിങ്ങനെ രോഹിത്തിൻ്റെ തോളിൽ തട്ടി വിഷ്ണു ഇങ്ങനെ ശബ്ദമിടറി ഇങ്ങനെ പറയുകയാണ് ആ ഒരു സ്നേഹത്തോടെ. അന്നേരം രോഹിത്തും ഇങ്ങനെ സന്തോഷത്തോടെയും ആ ഒരു സ്നേഹത്തോടെയും ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനം എന്നോണം വിഷ്ണുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം അവരകത്ത് കയറുന്നുണ്ട്. അതേസമയം അകത്ത് സത്യഭാമയും രാഘവൻ നായരും പിള്ളയും ഒക്കെയുണ്ട്. സത്യഭാമ എന്തൊക്കെയോ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പിള്ള പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം രോഹിത്താണെങ്കിൽ ആ ബാഗിൽ നിന്നും പൈസ എടുത്തിട്ട് ഭാമയ്ക്ക് നേരെ ഇങ്ങനെ നീട്ടുകയാണ്. അന്നേരം ഭാമയാണെങ്കിൽ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുകയാണ്, എന്നിട്ട് പൈസ വാങ്ങുന്നില്ല. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഇത് ഹൈദ്രോസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തന്നെയാണെന്ന് പറയുമ്പോൾ രാഘവൻ നായർ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ഇത് ഇവൻ തന്നെ അടിച്ച് ചോദിച്ച് വാങ്ങിച്ചതാണ്, ഞാനൊന്ന് കൂടെ നിന്നേ ഉള്ളൂ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം രാഘവൻ നായർ വിഷ്ണുവിനെ നോക്കി ഇങ്ങനെ കള്ളച്ചിരി ചിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അത് അവർ വെളിയിൽ കാണിക്കുന്നില്ല. അതിനുശേഷം പിന്നെ ശാലിനിയൊക്കെ കൊണ്ട് അവർ തിരികെ വീട്ടിൽ വന്ന ശേഷമാണ് ഇവർ വീട്ടിലേക്ക് ചെല്ലുന്നതൊക്കെ. അന്നേരം റൂമിലേക്ക് ചെല്ലുമ്പോൾ ശാലിനി അവിടെ ഇങ്ങനെ കട്ടിൽ കിടക്കുകയാണ്. അന്നേരം വിഷ്ണു അടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇനി എൻ്റെ ഭാര്യയുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരാനായിട്ട് ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ശാലിനിയോട് സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശാലിനിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ശാലിനി അത് കേട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതൊരു സന്തോഷ സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് കുറച്ച് ട്രാജഡി ആയിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത്. വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ജീപ്പിൽ നിന്ന് ഇവിടെ പോയിട്ട് ജീപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അബൂബക്കർ കാറുമായിട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് അത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന അബൂബക്കർ ആണെങ്കിൽ വിഷ്ണുവിന് നേരെ ഇങ്ങനെ വെടിവെക്കുകയാണ്. അന്നേരം 1-2 തവണ ഇങ്ങനെ വെടിവെക്കുമ്പോൾ വിഷ്ണുവിന് വെടിയേറ്റ് നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. പക്ഷേ അത് മിക്കവാറും ശാരദാമ്മയുടെ സ്വപ്നമാകാനാണ് സാധ്യത. ആ ഒരു ഗോപാലകൃഷ്ണൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് പേടിച്ചാണ് ശാരദാമ്മ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ അത് ശാരദാമ്മയുടെ ഒരു സ്വപ്നമായിട്ട് കാണിക്കാനാണ്, അല്ലാതെ അത് അങ്ങനെ ഒരു സീൻ എന്തായാലും കാണില്ല. വിഷ്ണുവിനൊന്നും സംഭവിക്കത്തുമില്ല. ഇത്രയുമാണ് ഈ ഒരു പുതിയ പ്രൊമോയിൽ വന്നിട്ടുള്ള സീനുകൾ. ഇനി ബാക്കി എന്താകും എന്നുള്ളത് നമുക്ക് ഇനി എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ശിവൻ്റെ കാര്യവും പിന്നെ പ്രകാശൻ്റെ കാര്യവും ഒക്കെ എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.